നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും സ്പീഡ് വർദ്ധിപ്പിക്കാനുള്ള 5 വഴികളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാ പരീക്ഷകൾക്കും, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സ്പീഡ്. ആൻസേഴ്സ് അറിയാമായിരുന്നിട്ടും ലഭ്യമായ സമയം തികയാത്തത് കാരണം പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനുള്ള കഴിവ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം പ്രാക്ടീസ് ചെയ്യുക എന്നത് തന്നെയാണ്. ക്വസ്റ്റ്യൻസ് എത്രത്തോളം നിങ്ങൾ സോൾവ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ സ്പീഡും കൂടും. ഇനി പറയാനുള്ളത് ടൈമർ യൂസ് ചെയ്യുക എന്നതാണ്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മൊബൈലിൽ ടൈമർ സെറ്റ് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പരമാവധി സ്പീഡിൽ അത് ചെയ്ത് തീർക്കാൻ ശ്രമിക്കും. ഇത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അടുത്ത കാര്യം മോക്ക് ടെസ്റ്റ്. പരമാവധി മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ശീലിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സ്പീഡ് കൂടി വരുന്നതായിട്ട് കാണാം. ഇനി പറയാനുള്ള കാര്യം, മോക്ക് ടെസ്റ്റിന് ആയാലും ശരിക്കും എക്സാമിനായാലും നിങ്ങൾ എത്ര സമയം ഇനി ബാക്കിയുണ്ട് എന്നത് നോക്കി നിൽക്കാതെ എനിക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഉള്ള ചെറിയ ഒരു പ്രഷറൊക്കെ നല്ലതാണ്. അത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വേഗത പുറത്തെടുക്കാൻ സഹായിക്കും. അവസാനത്തെ പോയിന്റ് നിവർന്നിരിക്കുക എന്നതാണ്. നിങ്ങൾ ചെയറിലാണ് ഇരിക്കുന്നതെങ്കിലും പുറകിലേക്ക് ചാഞ്ഞിരിക്കാതെ നിവർന്നിരുന്ന് പഠിക്കാനും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും ശ്രമിക്കുക. നിങ്ങളുടെ ചിന്ത മറ്റു വിഷയങ്ങളിലേക്ക് മാറാതെ പരമാവധി കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ നിവർന്നിരിക്കുന്നത് സഹായിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സ്പീഡ് കൂടുന്നതായി നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക്